മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ എന്താണ് നിഷാദിൻ്റെ വീട്ടിൽ പെരുന്നാൾ കൂടാൻ വന്നതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കോച്ച് കിരൺ ചേട്ടനുണ്ട്. ഹലോ മസിൽ കാണിക്കേ. ഭാരതം എന്ന ഒരു മിനിറ്റ് ആ കാണിക്കേ ഭാരതം എന്ന പേര് ഇതൊക്കെ വ്ളോഗിൽ വരൂട്ടോ. അപ്പം നമ്മൾ എന്നിട്ട് അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. ദൂരമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലേ. കാലങ്ങൾ മുന്നേ വന്നതാണ് അത്രേ. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണെങ്കിൽ ബെൽ ബട്ടണും കൂടി അമർത്താം. അത്ര എനിക്ക് പറയാമല്ലോ. ഓക്കെ അപ്പം ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ആ ചുമടൊന്ന് ഇറക്കി വെക്കൂ. നമ്മളപ്പോ ഓട്ടോറിക്ഷയില് പോവാണ് നമ്മൾ മലമ്പുഴ ഡാമിലേക്ക്. ഇപ്പൊ ശരിക്കും മറ്റേ നേരെ ആസാം കുടുംബ അങ്ങനത്തെ പോലെ ഉണ്ടല്ലേ. पालक्काड है तो सुंदर प्लेस है. यू नो हिंदी? अन्ना तुम्हारा नाम क्या है? मेरा नाम किरण. किरण. मेरा नाम निशाद. तुम्हारा नाम क्या है? ओके. पदुपति. अकेले रे पदुपति. मुकाबले पदुपति. हाय हाय പത്തുപതി. കാടിന്റെ ഗ്രാമീണ ഭംഗിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഹായ് കൊക്ക് കൊക്ക്. പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗി കൂടുതൽ പ്രകടമാകുന്നതിന് വേണ്ടി ഞങ്ങൾ യാത്ര ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഗ്രാമീണ ഭംഗി തൊട്ട് തലോടുന്ന നാടും നാട്ടും എങ്ങും പുൽമേടുകളും പച്ചപ്പും അമ്പലച്ചുംബികളായ മലനിരകൾ. ഞങ്ങൾ ഇപ്പോൾ മലമ്പുഴയിലേക്കുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഏത് ഭാഗം നോക്കിയാലും നാനാൽ മൂടപ്പെട്ട മലനിരകളും മലങ്കെട്ടുകളുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വേണ്ട ഹലോ ചെറുതോടെ നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നേ? ശരിക്കും എന്നാ മറ്റേ ഇതുപോലെ ഉണ്ട് അല്ലേ, ഹിന്ദിക്കാരെ പോലെ മൂക്കത്തിയും ആളറിയാണ്ടിരിക്കാനായിട്ട് തലക്കൂടെ തുണിയിട്ടേക്കാണ്. അല്ല, എനിക്ക് വെയിലായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇവിടുന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചാ പറഞ്ഞു. എന്താ ഇത് മാങ്ങ തായോ പൊളി. കുടിയിലുണ്ടാറില്ലേ ഉള്ളവോ നോക്കട്ടെ. കപ്പങ്ങല്ല മൂവാണ്ടനാണോ? കൊറേ കടയൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ ശുദ്ധജല അക്വേറിയത്തിലേക്ക് പോവുകയാണ്. എന്തൊരു ചൂടാറിയോ പണ്ടാരം പിടിക്കാൻ. നിഷാദേ ഞാൻ മുതിർന്നിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 3 വയസ്സിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നീ 3 വയസ്സിന്റെ ബുദ്ധി അതിനനുസരിച്ചുള്ള വെളിതരം കാട്ടണം. കറങ്ങ എങ്ങനെ എങ്ങനെ
ഇതില് മീനുണ്ടോ? നമ്മളെ വീട്ടിലുള്ള മീനല്ലേ ഇത്? ഗപ്പിന്റെ വലുത്. ഇതൊരു ആമയുണ്ട് കേട്ടോ. എന്റെ നാട്ടിലായിട്ട് ആവണായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. സത്തിട്ടൊന്നുമില്ല, അതിന് തല അനങ്ങണുണ്ടേ. പക്ഷെ അതിന് മനുഷ്യന്മാരെയും കാട്ടിലോ മൃഗങ്ങളുടെ ആണോ? പൂച്ചയല്ലേ എന്റെ ഫേവറേറ്റ് മൃഗം. ഗൗരവം വിടണ്ട. എന്താണ് ഇത് റൗണ്ട് അടിക്കണ്ട, വെയിലിടാ. മീനിന്റെ വയറ്റിലേക്കാണ് ഇപ്പൊ പോകുന്നത്. കണ്ടില്ലേ നിറയെ ഒരു പാലക്കാടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അവന്റെ സ്ലാങ് ഒക്കെ ഇവിടെ എത്തിയപ്പോ മാറി. ആ പാട്ട് living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm കുറവ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായി. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു. ഇവരുടെ ഇതാണ് പുഷ്പരാജ്. എൻ്റെത് എവിടെ? താഴെ ഒരു ചെറിയ പുഷ്പരാജ് ഉണ്ട്. കൊള്ളാവോ? ഞങ്ങളൊക്കെ ഡിയോറിന്റെ ഷോറൂമിൽ കയറിയിട്ട് എടുത്തതാണെങ്കിലും സാധനം സെറ്റായി അല്ലേ? അതെ അതെ അതെ. നേരത്തെ വീഡിയോയിൽ എവിടുന്ന് എടുത്തെന്ന് കാണിച്ചിരുന്നു. ഹലോ നോക്കട്ടെ ഐസ്ക്രീം. ഇത് ചൂടുകാലത്ത് നമ്മള് ഐസ്ക്രീം തിന്നാനുള്ളതാണേ. മാമ ഞങ്ങൾ മാമനാണ് കേട്ടോ. മാമനും കുട്ടിയും എവിടെ? എത്ര വർഷം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഗ്ലാസ് വെച്ചോണ്ട് നമുക്കിപ്പോ ഒരു കണ്ണിന് കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ? നോക്കട്ടെ ഇതിപ്പോ എന്ത് രൂപ? അത് താറാവുന്നി നിശാദിന്റെ പക്ഷേ രസമുണ്ട്. നിശാദിന്റെ വേറെ കണ്ണടയാണോ? ഇവിടുന്ന് വാങ്ങിച്ചല്ലോ. ഏത് ബ്രാൻഡാ? അർമാനി. അതെ. എവിടെയെങ്കിലും ആ ബ്രാൻഡിന്റെ ഒരു അക്ഷരം കാണിച്ചു തരുമോ? കാക്കനാട് ലോക്കലല്ല, ഏതോ ഒരു ലോക്കലാണ് അത് ഇട്ടിട്ടുള്ള സൺഗ്ലാസ്. എന്നിട്ടാണ് അർമാനി എന്നൊക്കെ പറയണത്. നമ്മള് മാത്രം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മളങ്ങനെ ഞങ്ങൾ പണിയെടുത്ത് ജീവിച്ചോളൂ. ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തിന്നുന്നു. ഹലോ നടത്തൊക്കെ നോക്ക്. അതിന്റെ ഗ്ലാസ് വെച്ചപ്പോ നടത്തൊക്കെ മാറി. ഗ്ലാസ് എവിടുന്ന? പുറത്തുനിന്ന് ഇറക്കിയതാ? പുറത്തുനിന്ന് ഇറക്കിയ ഗ്ലാസാ? റൈബണൊക്കെ മാറി ഇപ്പൊ ബ്രാൻഡഡ് ബൈവൺ. ഇതാണ് ശരിക്കുള്ള ഗ്ലാസ് പറയണത് ബൈവൺ. റൈബൺ എന്നുള്ളത് ഇതിന്റെ കോപ്പിയാണ്. എന്താ കാക്കയും കുയിലൊക്കെ? എന്താ ഞാൻ നടന്നോളാം. എനക്ക് ഓർമ്മ ഉണ്ടോ പാപ്പാനെ കൊണ്ട് എന്തോ ഇവിടുന്ന് വാങ്ങിപ്പിച്ചാർന്ന് ചേർത്തിട്ട്? അതേപോലെ ഇല്ല, അത് വാപ്പല്ലത് കാക്ക. മെന്റലി സ്ട്രോങ് ആൻഡ് ഹെൽത്ത്. കിട്ടിയോ? ഇനി നേരെ എന്താ അമ്പമില്ല. നമ്മൾ നേരെ ഇനി പോകുന്നത് മലമ്പുഴ. നമ്മൾ ഇനി പോകുന്നത് മലമ്പുഴ ഡാമിന്റെ ഉള്ളിലേക്കാണ് ഗായ്സ്.
നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? മലമ്പുഴ ഡാമിലേക്ക്. ഈ വ്ളോഗോട് കൂടി ഈ കോച്ചിന്റെ ഉള്ള ക്ലൈൻസ് ഒക്കെ പോകുന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഗൈസ്, ഇത് അടിപൊളി ജിമ്മിലെ നല്ല കോച്ചാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ മതി. സെയിൽസ് ഇദ്ദേഹം വഴി നമുക്ക് എടുക്കാവുന്നതാണ് അല്ലേ. നമ്മൾ കാണാൻ പോകുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലുള്ള മനോഹാരിതയാണ് അല്ലേ നിഷാദേ. ഇതിൻ്റെ ഉള്ളിലുള്ള ചെടിയൊക്കെ കാണുമ്പോൾ എനിക്ക് വിത്തൊക്കെ പറിച്ചിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ വേണ്ട, അങ്ങോട്ട് ട്രെയിനൊക്കെ ഉണ്ട്. ഇതെവിടം വരെ പോകുന്നൊന്നും അറിയില്ല. എന്താണ് അതെ, ഇത് വലിയ ആൾക്കാർക്ക് എന്താ, ഞാൻ വലിയ കുട്ടിയാണേ. എന്താ എനിക്കന്ന് ഇറങ്ങണം. പിടിച്ചാണ് വീഡിയോ. ഐസ്ക്രീം മേടിച്ചു തിന്നായിരുന്നു. നമ്മൾ നെരങ്ങാൻ പോവാണ്. അയ്യോ, നല്ല സുഖം. നമ്മളെ ലൈഫിലും നമ്മൾ ഊഞ്ഞാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഉന്തിയിട്ട് നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. അല്ലാണ്ട് ഒരാളുടെ ആവശ്യമില്ല നമുക്ക്. ശരിക്കും പറഞ്ഞേ അതുപോലെയാണ് നമ്മുടെ ലൈഫിലും. ഇതുപോലെ ഊഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് ഉണ്ടാകാൻ പറ്റുന്ന പോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ ഒറ്റക്കാരെ ചെയ്യാൻ പറ്റും അല്ലേ നിഷാദേ. എങ്ങനെയുണ്ട് ശുഭദിനം? നിങ്ങളീ കാണുന്നതാണ് എന്താണ് മലമ്പുഴ റോപ്പ് വേ. ഈ കാണുന്ന റോപ്പ് വേ. യെസ്, അതിന്റെ അപ്പുറത്തുള്ളതാണ് ഡാം. യെസ്. തുമ്മാ മുട്ടണേ തുമ്മല്ലേ. നമ്മള് വരുമ്പോ കണ്ട മലയാണോ അത്? ആണോ അറിയില്ല കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും മലയും പർവ്വതങ്ങളൊക്കെ ഉണ്ടാവും. നല്ല മനോഹാരിത നിറഞ്ഞൊരു സ്ഥലമാണ്. പച്ചപ്പും ഹരിതാപോ ഊഷ്മളതയും. ഊഷ്മളത നല്ലോണം ഉണ്ട്. അത് ഊഷ്ണം. മലയിൽ താണ്ടി കടലിൽ താണ്ടി ഒന്നുകൂടി പറ. സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഇല്ല, സൗണ്ട് മതി. പെരിയ മലയിൽ താണ്ടി മലമ്പുഴ ഡാം കാണാൻ പോവുകയാണ്. ഇത്രയും നടന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഈ കാല് ഭയങ്കരമായിട്ട് വേദനിച്ചു. പിന്നെ ഇത്രയും ചൂടുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഒരു കൊടയൊക്കെ എടുക്കാൻ വേണ്ടി. ഇത് പാലക്കാടാണ് ഉണ്ണിയെ. ഇവിടെ അങ്ങനെ സൂര്യൻ വന്ന് പൊത്തേ പൊത്തല്ലേ ഇതെന്താണ്? ഇത് സൂര്യൻ വന്ന് കെട്ടിപ്പിടിക്കുക. നമ്മളിപ്പോ മലമ്പുഴ ഡാമിന്റെ മുകളിലത്തെ പാലത്തിലാണുള്ളത്. ആ കാണുന്നതാണ് ഡാം. ഇപ്പൊ അധികം വെള്ളമില്ലല്ലോ, കുറവാ, മഴയല്ല. കുറവുണ്ട്. അങ്ങോട്ടേക്കുള്ള വ്യൂ ഒക്കെ കാണാം. ഭയങ്കര രസമുണ്ട് കാണാൻ. വെയിലായിരുന്നു, പക്ഷെ ഇതിന്റെ മുകളിൽ ആ വെയിൽ അങ്ങനെ അറിയുന്നില്ല അല്ലേ. പക്ഷെ അവിടെ നിന്നൊക്കെ നല്ല പോലെ ആകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മുകളിൽ അങ്ങനെ കാറ്റുണ്ടായതുകൊണ്ട് അറിയുന്നില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് സ്ഥലമുണ്ട് കവ. കിട്ടില്ല, മേ ബി ഓഫ് റോഡിനൊക്കെ ചെക്കന്മാര് വണ്ടി കൊണ്ടൊക്കെ വരുന്ന സ്ഥലം. എടി അപ്പുറത്ത് ചാടരുത് കേട്ടോ, മൂടോ. നിക്ക്. നിറയെ വെള്ളം നിറയായിരിക്കൂലേ? ഓ ഇതിലാണല്ലോ. പക്ഷെ മുല്ലപ്പെരിയാർ ഇതുപോലെയല്ലോ ഉള്ളത്, കുറവല്ലല്ലോ വെള്ളം. താറാവൊക്കെ ഉണ്ട് അതില്. താറാവല്ല, സോറി ഗൈസ്, അത് കല്ലാണ്. കല്ലല്ല, മനുഷ്യനാണ്. മനുഷ്യനാ? ഓടാണോ ഡാമിലോ? പൊട്ടത്തര അല്ലാണ്ട് പറയില്ല നിഷാദ്. ഡാമിൽ എങ്ങനെയാ മനുഷ്യനെ? ആ ട്യൂബ് മരിക്കണത് മനുഷ്യനല്ലേ? അതെ, അത് ഡാമിലെ ചില
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോവാറുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഇത് മനുഷ്യനല്ല, താറാവാണെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് താറാവ്, ഈ കാണുന്നത് താറാവാണ്. ഇറങ്ങാൻ പറ്റും. അത് ഒരാരല്ലോ ജീവനക്കാരല്ലോ. വലയിടാണല്ലേ? ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വരിക, പക്ഷെ ഇത്ര വെയിൽ സമയത്ത് വേണ്ട. ഒരു 4 മണി 5 മണി എന്താണ് അവിടെ വേണ്ടത്? ഇനി നമ്മുടെ നിഷാദിന്റെയും നിഷാദിന്റെ പെങ്ങളുടെയും വക ഒരു കരകാട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, പാട്ട് ഇവിടുന്നുണ്ടായിരുന്നേ. പാട്ട് പാടിയ കിരൺ ചേട്ടന് എന്റെ അഭിനന്ദനങ്ങൾ. ഇവിടുത്തെ മലമ്പുഴ യക്ഷീനൊക്കെ കണ്ടു. ആൾക്കാരൊക്കെ വന്ന് നോക്കി ചിരിച്ചിട്ട് പോകുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് നിഷാദ്? എന്താണ് പറയാനുള്ളത് കിരണേട്ടാ? എനിക്ക് ഇതിനെ പറ്റി അങ്ങനെ ഒന്നും പറയാനില്ല. കലാപരമായി ചിന്തിക്കുമ്പോൾ മനോഹരമാണല്ലേ. താഴെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ മുകളില് റോപ്പേ ഉണ്ട്. അമേസിങ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അനക്കിങ്ങോട്ട് പോവല്ലേ കാലമാടാ. ഒരു പേടി സാധനമില്ല. എനിക്ക് പക്ഷെ നല്ല പേടിയിട്ട്. അത് അച്ഛ വ്യത്യാസം ഉണ്ട്, ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഇവിടെ നോക്കിയാൽ കാണാം. ഭയങ്കര രസമുണ്ട് ഇവിടെ. ഇഷ്ടായി. ഇല്ല, ഒന്നുമില്ല ഗൈസ്. സൈഡ് സൈഡിലോട്ട് നിൽക്കണ്ട കേട്ടോ. അവിടെ പോയിക്കോളൂ, അനക്കാണ്ട് പോയിക്കോളൂ. നടന്ന് ഒരു പരുവമായിട്ടുണ്ട്. കാലിൽ നല്ലോണം വേനെടുക്കുന്നുണ്ട്. അതൊക്കെ ചോന്നിക്കണം. അത്ര തോന്നാകണ്ട, ചളിയെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ടാറ്റ, ലവ് യു ഗൈസ്.